കണ്ടു ഇങ്ങനെ കെട്ടായ കാരണം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഇന്ന് അർബാന എടുത്തൂല, അല്ലെങ്കിൽ പിന്നെ അർബാനയിൽ കൊണ്ടുപോയിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഷായുടെ കൈ വേദന എന്ന് പറയുന്നു. പിന്നെ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇപ്പൊ പറമ്പിൽ വരുമ്പോഴേ ഏറ്റവും ആദ്യം നോക്കണത് ആരെയാണെന്നറിയോ? അല്ല, ഇതിപ്പോ ഇല്ല ഒരു കളറ്, അത്രയും കളർ വരൂല. അല്ലെങ്കിൽ വീണ്ടും ചെല്ലണം ഷായിട്ടാ. മേടിക്കാൻ പറ്റിയിട്ടില്ല, മേടിക്കണം. ഹലോ, ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഓ അമ്മയുടെ പോയിന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം, വായോട്ടാ. ഇന്ന് നേരത്തെ തന്നെ ഞാൻ ഈ പറമ്പിലേക്ക് ആദ്യം ഇറങ്ങി നോക്കണം കേട്ടാ. വേറെ ഒന്നുമല്ല, നമ്മുടെ തക്കാളി ഇങ്ങനെ പഴുത്ത് തുടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇനി വൈകിട്ടിലേക്ക് വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ തക്കാളിയും അതേപോലെ തന്നെ നമ്മുടെ കുക്കമ്പർ ഇതേപോലെ പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങി നോക്കണം ആദ്യം. അതെ, ഇപ്പൊ പറമ്പിൽ വരുമ്പോഴേ ഏറ്റവും ആദ്യം നോക്കണത് ആരെയാണെന്നറിയോ? നമ്മുടെ ഈ സവോളയുടെ പൂവിനെ. സവോളയുടെ പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭംഗി. എനിക്ക് ചില സമയത്ത് തോന്നി ഇതൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് പിടിപ്പിക്കണമെന്ന്. കാരണം നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഇരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും. സവോള കിട്ടുകയും ചെയ്യും, നല്ല ഭംഗി. ഇത് അരിഞ്ഞ് എന്താ പറയുക, തോരൻ വയ്ക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ അരിയാൻ തോന്നണില്ല. എന്നാൽ പിന്നെ അരിയാതിരിക്കാൻ പറ്റുമോ? അപ്പം അരിയേണ്ടി വരാറുണ്ട് കേട്ടാ. പിന്നെ നമുക്ക് ഇപ്പോൾ പൊട്ടിക്കാൻ നമ്മൾ വന്നിട്ടില്ല. എന്നിട്ടാണെങ്കിൽ നമ്മുടെ കുക്കമ്പറിനെ നോക്കിയേ, എന്താ എന്നെന്ന് പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുക്കമ്പർ പൊട്ടിക്കില്ലേ, നമ്മൾ പച്ചമുളക് പൊട്ടിക്കുന്ന പോലെ തന്നെ അത് നമ്മുടെ ഈ ഗ്രീൻ കളർ ഈ കുക്കമ്പറും കൊണ്ട് പൊട്ടിക്കാൻ. ഇന്ന് വൈറ്റ് സ്നോ കുക്കമ്പറും കൊണ്ടിട്ട് പൊട്ടിക്കാൻ. അപ്പോൾ ആദ്യം നമുക്കിത് പൊട്ടിക്കാം. നല്ല നീളമുള്ള കുക്കമ്പറാ. ഒരു പ്രാവശ്യം നമുക്ക് എന്താ പറയുക, പണികളായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം ഇവരൊക്കെ നട്ട് ആവണത്. പിന്നെ ഒരു ടൈമിൽ ഈ സമയത്ത് നമുക്ക് വല്ലാതെ വിളവെടുക്കണ പോലെയാണ്. ഇനി ഇതും കൂടി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പണി കൂടും. കാരണം എന്താണെങ്കിൽ ഇവരൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇതൊക്കെ വലിച്ച് കളയുക, അങ്ങനെയുള്ള പണികൾ. അങ്ങനെ ഓരോ സ്റ്റെപ്പായിരിക്കും നമ്മുടെ വീഡിയോ എന്താ പറയുക, നമ്മുടെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ വയ്ക്കുമ്പോൾ വരുന്ന പണികൾ കിട്ടാ. വലയുടെ ഇടയിൽ പെട്ടിട്ടേ ആള് വളഞ്ഞോണം നിൽക്കുക. ഇങ്ങോട്ട് നീണ്ടു കിടക്കാൻ പറ്റാണ്ടേ വളഞ്ഞു പോയി. എന്ത് വലിപ്പമുള്ള കുക്കമ്പറാന്നറിയോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അല്ല, കുക്കമ്പറിനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണല്ലോ. ഇനി നമ്മുടെ വൈറ്റ് സ്നോ കുക്കമ്പർ ഉണ്ട് പൊട്ടിക്കാനായിട്ട്. നമുക്ക് ഇപ്പോഴും സമയം കിട്ടിയിട്ടില്ല കേട്ടാ ഒരു പന്തലിട്ട് കൊടുക്കാനായിട്ട്. ഞാൻ ഇതിനെ ചുറ്റും നെറ്റ് കെട്ടി കൊടുക്കണം എന്ന് വെച്ചിട്ട് നടന്നിട്ടില്ല. സമയമാണ് ഇപ്പോൾ തികയാത്ത പോലെ വരുന്നത്. നോക്കിയ വൈറ്റ് സ്നോ കുക്കമ്പർ. താഴത്തു തന്നെ ഉണ്ടാവണ കാരണം നില മുട്ടിക്കെടുക്കണ പോലെയാ. ഇതെടുത്ത ദിവസം പൊട്ടിക്കാം. ഇനി നമ്മുടെ പടവലം പൊട്ടിക്കാം കേട്ടാ. അപ്പോൾ നോക്കിയേ, നമ്മുടെ പടവലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് വീട്ടാവശ്യത്തിന് ഇതേപോലത്തെ പടവലം കേട്ടാ നല്ലത്. കാരണം ചെറുത് ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറിക്കുള്ളതായല്ലോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചെടുക്കാം കേട്ടാ. അമ്മേനെ കൂട്ടാന്ന് വിചാരിച്ചതാ. അപ്പം അമ്മ അവിടെ എന്താ പറയുക, ഇന്നൊരു ചേച്ചി നമ്മുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളങ്ങ് വരുമ്പോൾ വീട്ടിലാളുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പം അമ്മ പറഞ്ഞു, അമ്മ ഇല്ല, ഞങ്ങളോട് പൊക്കോളാം, അല്ലെങ്കിൽ ഞാൻ അമ്മേനും കൂടി കൂട്ടി തന്നെ കേട്ടാ.
ഇത് പൊട്ടിക്കണ്ട, ഇതായിട്ടില്ല. 3 മതി നമുക്ക്. അപ്പം നോക്കിയാ എന്ത് ഇങ്ങനെയാ കണ്ടോ, ഇത്രയും സാധനങ്ങൾ നമ്മൾ പൊട്ടിച്ചു. ഇനി നമ്മുടെ തക്കാളി പൊട്ടിക്കാൻ പോവാ കേട്ടാ. ഇത് നമ്മുടെ ബീട്രൂട്ടാട്ടാ. ഇത് ബീട്രൂട്ടും ഇത് ക്യാരറ്റും. അപ്പം നമ്മുടെ തക്കാളി ഇട്ടാ അത്. അപ്പോൾ ഈ തക്കാളി നമ്മൾ കുറേ പ്രാവശ്യം പൊട്ടിക്കണു. പക്ഷേ എന്താ പറയുക, കഴിഞ്ഞ് തുടങ്ങി എങ്കിലും ഇത് കളയണമില്ല നമ്മൾ. കാരണം അത് ഇനിയും ഓരോ പച്ചകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മൂത്ത് പഴുത്ത് കിട്ടോട്ടെ എന്ന് വെച്ചിട്ട് അന്നേരം നന്നായിട്ട് നമുക്ക് പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഈ തക്കാളിമെന്ന്. പിന്നെ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ വേണ്ട നമ്മൾ തക്കാളി പൊട്ടിക്കണേക്കാളും മുന്നേ ഒരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മധുരക്കിഴങ്ങ് പറിച്ചില്ലേ ദേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്ദരി ചീര തൊട്ടുള്ളത് കാട്ടിയെന്നുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഇതേ മധുരക്കിഴങ്ങിൻ്റെ ഭാഗമാണ് അത്. നമ്മളടുത്തത് നടാനുള്ള സ്ഥലമാണ് ഷേട്ടൻ റെഡിയാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഷേട്ടൻ്റെ കൈക്ക് വയ്യാത്ത കാരണം കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ സുന്ദരി ചീര കണ്ടോ, നോക്കിക്കൊണ്ടേയിരിക്കും, വലുതായി കൊണ്ടിരിക്കും കേട്ടോ സുന്ദരി ചീര. പൊട്ടിച്ചെടുക്കട്ടെ. നല്ല വലുപ്പമുള്ള തക്കാളിയാ. ഓക്കെ കണ്ടോ എന്ത് വലുപ്പാ. തക്കാളി കൊല്ലടക്കം നിൽക്കണ്ടേ, അപ്പം അങ്ങനെ പൊട്ടിക്കാൻ തോന്നി. അയ്യോ കൊഴിഞ്ഞു. 3 നിൽക്കണ്ടായിരുന്നതാ. ഒരാഗ്രഹം. ഇവിടെ ഒരു തക്കാളി കടയുണ്ട് കേട്ടാ. ആള് ഇവരപ്പം ഉള്ളത് തന്നെയാണ്. പക്ഷെ ആള് എന്താ പറയുക, നല്ല വലിയ കടയായിട്ട് നോക്കി വളർന്നു നോക്കണേ. അപ്പോൾ ഈ തക്കാളിയുടെ ഇടയിലായിട്ട് വലിയ പുല്ലും കടയും ചീരക്കടയൊക്കെ വന്നപ്പോൾ ഞാനതൊന്നും വലിച്ചു കളഞ്ഞില്ല കേട്ടോ. കാരണം തക്കാളിയുടെ കൊമ്പും ചില്ലകളൊക്കെ അതിമിക്കട്ട് ഇങ്ങനെ എന്താ പറയുക താങ്ങി നിർത്തിയ പോലെ നിർത്തി നോക്കുകയാണ്. കാരണം അത് വലിച്ചേ കളഞ്ഞില്ല. 1-2 കൂടെ ഉള്ളു. അപ്പോൾ നോക്കി നമ്മളിത് ഇത്രയും തക്കാളി നമ്മളിന്ന് പൊട്ടിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ പറമ്പിൽ കുറേ ചീരയുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് അരിഞ്ഞ് എടുക്കേണ്ട ദിവസം കൂടിയാണ്. കാരണം അല്ലെങ്കിൽ അത് അരിഞ്ഞില്ലെങ്കിൽ കതിര് വരെ. അപ്പോൾ വീട്ടിൽ പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും കേട്ടോ. വെണ്ടക്കായ പൊട്ടിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്താണെങ്കിലേ വെണ്ടക്കായ കഴിഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷെ ഒരു 3-4 എണ്ണം കിട്ടും, കളയണ്ട. നമുക്കൊരു ചെറിയ ഉപ്പേരി ഉണ്ടാക്കാമല്ലോ. കഴിഞ്ഞ വട്ടം ഞാൻ വിചാരിച്ചത് ഇനിയൊന്നും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ദാ കുറച്ച് വെണ്ടക്കായും കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. മുറം മേടിക്കാൻ പറ്റിയിട്ടില്ല, മേടിക്കണം. നോക്കി ഇന്ന് ഇത്രയും പൊട്ടിച്ചെടുത്തേ ഇന്നത്തെ കുട്ടിപ്പട്ടാളുകൾ കിടന്ന് കറിയുണ്ടല്ലോ.
ഷായേട്ടനെ നോക്കിയ കയ്യും ഒരു കെട്ടൊക്കെ ആയിട്ടാണ് ഇരിക്കണേ. അതായത് കുറച്ച് ദിവസമായിട്ട് ഷായേട്ട കൈ വേദന എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ കൊണ്ട് നടക്കും, അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഒരു വൈദ്യരുണ്ട്. അപ്പം ആ വൈദ്യരുടെ അടുത്തേക്ക് പോയി വന്നു. അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒരു കഷായമൊക്കെ ആവും കഴിക്കാൻ ഉണ്ടാവാന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നല്ല, നീർക്കെട്ടാണ്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഷായേട്ടൻ തന്നെ പോയത്. കാരണം കൈവേദന അത്രയല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടും. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈലല്ലേ ഷായേട്ട, 2-3 തൈലൊക്കെ കൂട്ടിയിട്ട് അറിയില്ല അങ്ങനെ എന്തൊക്കെ എന്നോട് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. തൈലൊക്കെ കൂട്ടി അങ്ങനെ വെച്ച് കെട്ടിയിരിക്കുകയാണ്. 2 ദിവസം ഇങ്ങനെ തന്നെ കെട്ടണം, കൈ മടക്കരുത്, ഇതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് തയ്ച്ച് നോക്കിയിട്ട് വേദന ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വീണ്ടും ചെല്ലണം. അല്ലേ ഷായിട്ടാ? അപ്പൊ കെട്ടേണ്ടി വരും. എങ്ങനെയാണ് ഷായിട്ട ഇങ്ങനെ ഇരിക്കാന്ന് ഞാൻ ആലോചിക്കണേ. ഒരു ദിവസം പോലും ഞാൻ ഷായേട്ടൻ ഒരു കൈക്കോട്ടില്ലാത്തൊരു ദിവസം ഷായേട്ടൻ കണ്ടിട്ടില്ല. പിന്നെ നീർക്കെട്ടായ കാരണം നമുക്ക് സമാധാനം. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു വേദന പിന്നെ വല്ല തേയ്മാനാണോ അങ്ങനെയൊക്കെയാണ് പേടിച്ചത്. അപ്പം അങ്ങനെയല്ല, നീർക്കെട്ടാണല്ലോ. അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ മരുന്ന് ചീത്ത മാറുകയും ചെയ്യും. ഷായേട്ടൻ എന്നിട്ട് തോന്നണേ ഇനി എനിക്ക് എന്നിട്ട് തോന്നണ 2 കുഞ്ഞ് കൈക്കോട്ട് മേടിച്ച് തരണമെന്നത്. എനിക്ക് 2 കുഞ്ഞ് കൈക്കോട്ട് മേടിച്ച് തരേണ്ടതുണ്ടെന്ന്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറമ്പിൽ പ്ലാൻ ചെയ്തിട്ടാവല്ലോ മുന്നോട്ട് പോയിട്ടുണ്ടാവുക. എനിക്ക് കുഴപ്പമില്ല. സ്മിത ആദ്യം ചെയ്തിരുന്നതൊക്കെ കളക്കിലൊക്കെ, ഞാനൊക്കെ കടയിലേക്ക് പോണ സമയത്തൊക്കെ ഫുള്ള് ആളാ. അത് ഇപ്പൊ ഷായേട്ടൻ ശരിക്കും ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഷായേട്ടൻ സ്ഥിരം വീട്ടിലായതും സമയം ഉണ്ടായതും. മറ്റേത് കാലത്തൊന്നും കളയ്ക്കലും കൂടിയിട്ട് കുറെ ടൈമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തറിയോ, ഒരു ഞായറാഴ്ചയൊക്കെ കിട്ടുമ്പോഴേ ഷായേട്ടൻ എപ്പോഴും പറമ്പിൽ കിടന്ന് ഇങ്ങനെ കളക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പുല്ലുണ്ടെങ്കിൽ അതൊക്കെ വലിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കളച്ചൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി ഇടും. അപ്പോൾ പിന്നെ ഒരു ഞായറാഴ്ച ദിവസം ഷായേട്ടൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടാ. ഇപ്പോഴാണ് പിന്നെ എനിക്ക് നന്നായിട്ട് കളയ്ക്കും കുറഞ്ഞതല്ലേ ഷായേട്ടാ? ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് കളിക്കല്. സ്മിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഉച്ച നേരം മതി മിസ്സാക്കിയിടും ഞാൻ പറമ്പ് ഓരോന്നും ഇരിക്കണേ. അങ്ങനെയൊക്കെ ചെയ്തു കുറച്ച് സമയം ഇതുമലായി ഞെക്കലായി ഈ എഡിറ്റ് ചെയ്യല് കൂടി അങ്ങനെ ഇപ്പോഴാട്ടാ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഷായേട്ടൻ്റെ കൈ 2 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കണം. അല്ലേ ഷായേട്ടാ? നമുക്ക് നടക്കുമ്പോ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ വല്ല ഭാരം എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോ ഇപ്പൊ തീരെ മടക്കാനും പറ്റില്ല. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല ആളത് ഇങ്ങനെയല്ലേ കെട്ടിയോണത്, ഇവിടെയല്ലേ കെട്ടിയോണത്. കാരണം മടക്കി അപ്പൊ നീര് വരുന്നല്ലേ നീര് വരുന്ന പറഞ്ഞാണത്. അങ്ങനെ പോട്ടെ. അമ്മയ്ക്കും വിഷമം. പിന്നെ കുഴപ്പം അതെ, നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ വരെ ശ്രദ്ധിച്ചാ നോക്കണവര്, അവർക്ക് വരെ വരുത് കണ്ടവയ്ക്കേ സ്തംഭിച്ച് നിൽക്കണോ, അവര് വായ തുറന്ന് ഇങ്ങനെ നിൽക്കണോ. ഞാൻ അവരെ തീക്ക് പോകുമ്പോഴൊരു ഇത് കൈമേതത്ത് കയറണതല്ല എപ്പോഴും. അമ്മയുടെ ചിക്കൻ കറിയുടെ നല്ല മണം വേണ്ടിട്ടാ. പിന്നെ ഇപ്പൊ ചിക്കൻ കറി, പക്ഷെ രാവിലെ നമ്മൾ പൊട്ടിച്ചു കൊടുന്ന പച്ചക്കറിയില്ലേ നമ്മുടെ പടവലങ്ങയും അതുപോലെ തക്കാളിയും അതുകൊണ്ട് ഇതാ കറി വെച്ചിട്ടുണ്ട് കേട്ടാ. അതെ, ചെറിയൊരു തക്കാളി കറി വെച്ചു. പിന്നെ അതേപോലെ നമ്മുടെ പടവലങ്ങ കൊണ്ട് തോരനും, ഇത് 2 വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അമ്മ വരുമ്പോഴേ എൻ്റെ ടേസ്റ്റ് അമ്മയ്ക്കും അമ്മ വയ്ക്കുന്ന കറിയുടെ ടേസ്റ്റ് എനിക്ക്, ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കറികൾ അങ്ങോട്ട് മാറി വെക്കുകയും ചെയ്യണേ. അപ്പോൾ രസം അറിയാം. പിന്നെ അതുകൊണ്ട് അമ്മയുടെ കറിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് വീട്ടിൽ ചെല്ലുമ്പോഴേ അമ്മയുടെ ഏറ്റവും ടേസ്റ്റ് കറികളൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ചമ്മന്തി അയ്യോ അടിപൊളി രസത്തിലാകുമ്പോൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുക. അച്ഛനാണെങ്കിൽ എന്ത് കറി ഉണ്ടെങ്കിലും ചമ്മന്തി വേണം നിർബന്ധമാണ്. അപ്പോൾ നല്ല മുളക് ചുട്ട് ചമ്മന്തി അല്ലെങ്കിൽ ചെമ്മീൻ ചമ്മന്തി വാങ്ങി ചമ്മന്തി അങ്ങനെ വെറൈറ്റി ചമ്മന്തികൾ എന്നും വീട്ടിലുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി ആദ്യം അടുക്കളയിൽ കയറുക, ചമ്മന്തി എടുക്കുക, ചോറുണ്ട്. വേറെ കറികളുണ്ടോന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. അത്രയും രസത്തിലാകുമ്പോൾ ചമ്മന്തി അരയ്ക്കൂട്ടാ. അപ്പോളേ നമ്മളിന്നുണ്ടല്ലോ നമ്മുടെ ചാമ്പക്കായ, ഒരു ദിവസം ഞാൻ പണ്ടായിരുന്നില്ലേ നിറച്ച് പൂവൊക്കെ ഇട്ടിട്ട് മുകളിലേക്ക് കാട്ടിയപ്പോൾ നല്ല ഭംഗിയിൽ നിന്നിരുന്നു. ഇപ്പം നോക്കിയേ നിറച്ച് ചാമ്പക്കായ ആയിട്ട് നിൽക്കണേട്ടാ. കുറേ പൊട്ടിക്കേണ്ട പാകമുള്ളതായിട്ടുണ്ട്, കുറേ കുഞ്ഞിതുകളുണ്ട്. അപ്പോൾ പൊട്ടിക്കേണ്ട പാകമായതൊക്കെ നമ്മളിന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടായിട്ട് നിൽക്കണേ. നിറച്ചാണ്. ഒരു ചില്ലിയ മീനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു 25 ഇങ്ങനെ നിൽക്കണ പോലെ അതേപോലെ കട്ട കൊത്തിയോടാണ് ഉണ്ടാവുക. അപ്പോൾ മുകളിലാണ് കൂടുതൽ നിൽക്കണത്, താഴെയുള്ളതൊക്കെ ഒരുവിധതാ വീണ് പോയി. എനിക്ക് തോന്നണ കിളികൾക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട്, താഴെയുള്ളതൊക്കെ ആദ്യം തിന്നാം, മുകളിലുള്ളതൊക്കെ നമുക്ക് പിന്നെ കിട്ടുന്നു. അതേപോലെയാ താഴെയുള്ളത് ആദ്യം തിന്നണതൊക്കെ ഇട്ടാ.
അല്ലെങ്കിൽ ഇത് കണ്ട ഇവിടെയൊക്കെ ചോട്ടിൽ നിന്നിരുന്നേ. ഇതേ കണ്ടമ്മേ, നമുക്ക് ഈ കയ്യത്തിനോടത്തൊക്കെ നന്നായിട്ട് നിൽക്കണ്ടായിരുന്നു. അതൊക്കെ പോയി. അതൊക്കെ ആദ്യം തിന്നവര്. അപ്പൊ താഴെ നന്നായിട്ട് കൊഴിഞ്ഞു കൊടുക്കും. രാവിലെ തന്നെ അടിക്കുമ്പോ എന്തോരാന്ന് പറയാ കളഞ്ഞത്. ഇപ്പതാ കുറച്ച് പൊട്ടിക്കാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാട്ടാ, നമ്മുടെ ഇവിടെ വരുമ്പോ നമ്മുടെ അടുത്ത കിളികൾക്ക് ആർക്കും അണ്ണാനോ ഒന്നും ഭക്ഷണത്തിന് ക്ഷാമം വരില്ല, പട്ടിണി കിടന്നൊന്നും പറയില്ല. നമ്മുടെക്കാളൊക്കെ നല്ല ഫുഡ് കഴിക്കുന്നത് അവരാ. കാരണം എന്താ പറയുക, ചാമ്പക്കായ, പേരക്കായ, സപ്പോട്ട, ചക്ക, പഴം, റംബുട്ടാൻ എന്താ പൂത്ത് തുടങ്ങി. ഇതൊക്കെ കഴിയുമ്പോൾ റംബുട്ടാൻ നിന്ന് തുടങ്ങാം. ഇങ്ങനെ അവർക്ക് എന്താ പറയുക, എപ്പോഴും നല്ല നല്ല ഫുഡുകൾ കഴിച്ച് ജീവിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് പൊട്ടിച്ചാലും അവർക്ക് കഴിക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കണേ അതേപോലെ തോന്നും. ഈ ചാമ്പമരം നമുക്ക് ഓർമ്മയുണ്ടാ? ആ ചേട്ടൻ കൊണ്ടുവന്നത് തൈ. കുറച്ച് പൊട്ടിക്കട്ടെ അമ്മ. അവിടെ എങ്ങനെ ചാമ്പ ഇതേപോലെ കൊഴിഞ്ഞു കൊടുക്കൂല്ലേ? ചേട്ടൻ തൊഴുത്തിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് തിന്നാളതൊക്കെ പൊട്ടിച്ചുകൊണ്ടേക്കും. ആ കയറി പോയിട്ടല്ലേ? ആ തൊഴുത്തിന്റെ മുകളിൽ കയറി കിട്ടുമല്ലോ അല്ലേ അവിടെ? താഴത്തോടൊന്നും എടുക്കില്ല. മറ്റേ മാങ്ങ പൊട്ടിക്കണ പോലെ എളുപ്പമല്ല. നല്ല നോക്കട്ടെ, ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുക്കാം. കാരണം എന്താണെന്നറിയോ, താഴെ വീണിട്ടേ പോവണ്ട. ഇനിയും വലുതാവത്. പക്ഷെ നമ്മള് ഒരുവിധം ഈ വലുപ്പമായപ്പോൾ നമുക്ക് തിന്നാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് അമ്മ ഒന്ന് ക്യാമറയിലേക്ക് കാട്ടിയെടുത്തമ്മേ. എന്താ സാരില്ല. അയ്യോ ഒരെണ്ണം താഴെ പോയി. അയ്യോ അങ്ങനെ 3 പേര് താഴെ പോയില്ലമ്മേ. അപ്പൊ ഇത്രയും മതിയല്ലേ നമുക്ക് ഇത്രയും മതി. ഇനിയമ്മേ ഞാനേ ആ പറമ്പിൽ പോയിട്ട് വരാട്ടെ. അമ്മ ചീരടിഞ്ഞിട്ട് ഈ തോട്ടി നിന്നിട്ട് ഞാൻ വന്നിട്ട് കൊണ്ടേക്കാട്ടാ. പിന്നെ ഇരുന്നോട്ടെ. ശരിക്കില്ലുണ്ടല്ലോ നമ്മുടെ ഈ ചാമ്പക്കായ ഈ കളറല്ല ഈ വലിപ്പമല്ല വരിക, നല്ല വലിപ്പം വരും. ആപ്പിൾ ചാമ്പാന്നൊക്കെ ഞങ്ങൾ പറയാം. അപ്പോൾ അതായത് നമ്മുടെ ആപ്പിളിൻ്റെ പോലെ അത്ര വലിപ്പം വരും. പിന്നെ അത് മാത്രമല്ല ഒരു ഷെയ്ഡ് നല്ല ലൈറ്റ് റോസ് ഷെയ്ഡ് ഫുള്ള് വരും. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ഇതില്ല ഒരു കളറ്, അത്രയും കളർ വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ തിന്നുമ്പോഴില്ലേ നല്ല ടേസ്റ്റാണ്. ഈ ഒരു സമയത്ത് കഴിക്കാനായിട്ട് എങ്ങനെയാണെന്നറിയും, നമുക്ക് വേണമെങ്കിൽ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് മാങ്ങയൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഇത്തിരി ഉപ്പും മുളകൊക്കെ ഇങ്ങനെ വെതറില്ലേ, അങ്ങനെ വെതറി കഴിക്കാം. പിന്നെ അതേപോലെ ഉപ്പിലിട്ട് കഴിക്കാമല്ലേ. അങ്ങനെയൊക്കെ ഈ സമയത്ത് കഴിക്കാൻ പറ്റും. വെറുതെ തിന്നാൻ പറ്റും കേട്ടോ. അങ്ങനെയും കൂടി ഉണ്ട്. ടൈസൺ അംബ്രൂസൊക്കെ എത്തിയല്ലോ. എന്നിട്ട് പേളിക്കൂട്ടി കൂടി തിന്നണ്ടല്ലോ കാര്യമായിട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ. നമ്മളാണെങ്കിൽ എപ്പോഴും പറയാറില്ലേ നമ്മുടെ പറമ്പ് നിറയെ ചീരയാന്ന്. അപ്പം അതേപോലെ ഇപ്പോൾ പറമ്പ് നിറയെ ചീരയായിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ പറമ്പിലേക്ക് വന്നു. ഇതേപോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലും ചീര കുറേ അറിയാണ്ടിട്ടാ. അപ്പോൾ എന്താ പറയുക, ഈ വട്ട ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തും അതേപോലെ നമ്മുടെ പണിസ്ഥലത്തെ കുട്ടികൾക്കൊക്കെ തന്നുവിടാന്ന്. അങ്ങനെ ഇന്ന് കുറേ ചീര ഒരുമിച്ച് തന്നെ അറിയാമെന്ന് വിചാരിച്ചു നോക്കണം കേട്ടാ. അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ നട്ടിട്ടുള്ളത് കപ്പലണ്ടിയാണ്. ഈ കപ്പലണ്ടിയുടെ ഇടയിലൊക്കെ ആയിട്ട് നോക്കിയേ എന്തോരം നല്ല ചീരകളാണെന്നറിയും. അപ്പോൾ ഈ കപ്പലണ്ടിക്ക് മണ്ണിടാറായിട്ട് തൈക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചീരയ്ക്ക് ഇതിൻ്റെ ഇടയിലത്തൊക്കെ ചീരകൾ അരിഞ്ഞെടുത്താൽ പിന്നെ ഇതൊന്നും വളർത്തില്ല കേട്ടോ. പൊട്ടിച്ചരിച്ച് വരാനൊന്നും സമ്മതിക്കില്ല. നമ്മൾ ഒക്കെ അരിഞ്ഞെടുക്കുക ചെയ്യണേ. എന്താ നല്ല ചീര
എന്താ പറയുക തൈകളാണ്. അപ്പം നമ്മളിത് എന്താ പറയുക കളയാൻ തോന്നണില്ല, അല്ലെങ്കിൽ മണ്ണിടുമ്പോൾ ഇതൊക്കെയും പൂവേ. നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാട്ടാ ചീരരിയിലേ, നടന്നരിയാണ് ഞാൻ. ഇപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ അരിയണത് നമ്മൾ തന്നെ മുളച്ചിട്ടുള്ള ചീരത്തൈകൾ ചീരയാട്ടാ. ഇനി നമ്മൾ വെച്ച ചീരകളും ഇതേപോലെ തന്നെ അരിയാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുവിധം കട്ടാവുമ്പോഴേ നമ്മുടെ വാഴവള്ളി കൊണ്ട് കെട്ടി കെട്ടി വെക്കട്ടെ. നമ്മുടെ സബോള നട്ടു കൊടുത്തോണതാട്ടാ. വാഴവള്ളി എടുത്തിട്ട് വെച്ചേ. വാഴവള്ളി ഒന്ന് നനച്ചെടുത്തു. അപ്പം നല്ല സുഖ കെട്ടാനൊക്കെ, പൊട്ടില്ല. ഇതേപോലെ ഓരോ കെട്ടുകൾ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും എനിക്ക്. ബാക്കിയൊക്കെ അരിയട്ടെ. ഓരോ ചീരക്കടകൾ കണ്ടോ നമ്മുടെ അവിടുത്തെ ഇങ്ങനെ വലുതായി വരും. നമ്മുടെ സവാള തടത്തിലാണ്. പിന്നെ ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ നിർത്തി. കാരണം നല്ല വിത്തുകളായിട്ട് കൊഴിഞ്ഞോളേ. ഇപ്പം നമ്മൾ ഈ അരിയണ ചീര ഉണ്ടല്ലോ, അത് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ചീരയാട്ടാ. ഈ ഒരു സമയത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊമ്പും ജില്ലയായിട്ട് വരും. എന്താ പറയുക, നല്ല ഭംഗിയിൽ നിൽക്കും. പിന്നെ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഒരുവിധ രീതിയിൽ കഴിഞ്ഞു. ഇനിപ്പുറത്തേക്ക് ഈ ഒരു ചീര കടയുമ്പോൾ നോക്കി നമ്മൾ എത്ര വട്ടം അടിഞ്ഞ് നോക്കണേ. ഇപ്പോഴും നോക്കിയേ, ഓരോ വട്ടം അരിയും തോറും നല്ല തളിർത്ത് വരും. ഈ തരത്തിലത്തെ ചീരത്തൈ നമ്മൾ നട്ടിട്ടുള്ള കേട്ടോ. ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ മുളകും തൈ വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് അയ്യോ, അപ്പോൾ ഇതാ നമ്മുടെ ഈ പറമ്പിലത്തെ ചീരയ്ക്ക് അരിഞ്ഞെടുത്തു. നമ്മൾ അവിടുത്തെ കെട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഇനി വീട്ടിൽ പോകാം. ഇതും മുന്നത്തെ പോലെ തന്നെ കെട്ടുകളാക്കട്ടെ കേട്ടാ. നമ്മൾ വീട്ടിൽ പോകാം കേട്ടോ.
കണ്ടു ഇങ്ങനെ കെട്ടായ കാരണം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഇന്ന് അർബാന എടുത്തൂല, അല്ലെങ്കിൽ പിന്നെ അർബാനയിൽ കൊണ്ടുപോയിരുന്നു. ഇനി ചെന്നിട്ട് വീട്ടിൽ തരിക നമുക്ക്. അപ്പൊ നോക്കിയേ, കണ്ടോ അമ്പ്രൂസ് ആദ്യം വന്നല്ലോ. നോക്കിയാ അവിടെ നിന്ന് ഇപ്പൊ ഇത്ര ചീര അരിഞ്ഞു. അപ്പൊ ഇതാ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലത്തെ ചീര കൂടി അരിയാൻ പോവാട്ടാ കേട്ടോ. ദേ അങ്ങോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും കാണുന്നതൊക്കെ ചീരയാണ്. അതെയാ ഇവിടെ ഒക്കെയാലും കണ്ടോ, ഇതൊക്കെ തന്നെ മുളച്ച് നിൽക്കുന്ന ചീരകളാട്ടാ. കണ്ടോ ഇവരെ ഹൈറ്റ് തന്നെ വേണ്ട ഞാൻ നിൽക്കുമ്പോൾ. അങ്ങനെ ഇതൊക്കെ മുളകും തൈകളൊക്കെ വെച്ച് കൊടുത്തോളാം ഇതിൻ്റെ ഇടയിലൊക്കെ. അപ്പം അങ്ങനെ അതേപോലെ തന്നെ ഇവിടെയും കുറേ ചീര അരിയാണ്ട്. അപ്പം ഞാൻ ഒരു ഭാഗത്തു നിന്ന് അരിഞ്ഞു തുടങ്ങട്ടെ കേട്ടാ. ഇനി കൊണ്ടിട്ട് ഇതേപോലെ അരിയാനായിട്ട് ഓടി നടന്നിട്ട് അരിയണം നമ്മളെ. ചീര അവിടെ ഇവിടെ ഒക്കെയാണ് നിൽക്കണം. കാരണം ഈ ഒരു ചീരക്കട കണ്ട. അപ്പൊ ഇന്നത്തെ അരിയിൽ ഞാൻ നിർത്തി. ഇനി ബാക്കിയുള്ള നാളെ എനിക്കരിഞ്ഞു വയ്യാണ്ടായി. അതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ഇത്രയും ചീരയായിട്ടോ നമ്മൾ അരിഞ്ഞെടുത്ത് നോക്കണേ. അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അടുത്ത് കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഷീജ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കയ്യിലല്ലോ കൊടുക്കാറ്. അവളേൽ കൊടുത്തു കഴിഞ്ഞാൽ അവളത് അവിടെ അടുത്ത് വീടുകൾക്കൊക്കെ കൊടുക്കും. അപ്പം ഇനി ഇതേപോലെ ഇതും കെട്ടാക്കട്ടെ. നമ്മുടെ റിഹാൻ കുട്ടൻ, അതായത് നമ്മുടെ ബ്രൊക്കോളിയും കുട്ടി ഏറ്റവും ഇഷ്ടമാണ് ബ്രൊക്കോളി. അപ്പോൾ ബ്രൊക്കോളിയും കുട്ടിക്ക് ഇന്ന് നമ്മൾ ചീര ആറ്റി തരാമെന്ന് പറഞ്ഞു അല്ലേ. ചീര ചേച്ചിനും കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ചീര മേടിക്കാൻ വന്നപ്പോൾ നമ്മുടെ തക്കാളി കാട്ടിത്തരാനൊക്കെ പറയണം. അവനെല്ലാതും അറിയാൻ ഭയങ്കര ആഗ്രഹമായിട്ടാ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കാട്ടി കൊടുത്തു. മാവ് ഇത് ശ്രദ്ധിച്ചു എത്താന്ന്. ഇതാണ് ഉള്ളി കേട്ടാ. ഉള്ളിയുടെ പൂവാണ്. നമ്മുടെ അവിടുത്തെ പറമ്പിലൊരു സാരി കൊണ്ടുപോയിട്ടാ. അവിടെ ഉള്ളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ നിൽക്കുന്നത് എന്താന്ന് നോക്കിയേ, ഇതെന്താന്ന് പറയുക അവയ്ക്ക്. ഇതാണ് ഭാസ്കര മുളക്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. അതൊക്കെ ഭാസ്കര മുളക് തന്നെ. അത് ചെറുനാരങ്ങ ട്ടാ. മോൻ റിഹാൻ. റിഹാൻ എന്ത് നല്ല പേര് എൻ്റെ മോൻ്റെ. നമ്മുടെ വീട്ടില് നമ്മുടെ പട്ടിയല്ലോ, നമ്മുടെ കുട്ടിപ്പട്ടാലോ. ഇതാണ് ടർക്കി. ഇത് ടർക്കി. മറ്റേത് അത് ഗിനി. വാ ഷീജ, ഞാൻ അങ്ങോട്ട് ആക്കി തരാം. ഇത് ഫുള്ള് എടുത്തോ, എല്ലാം എടുത്തോട്ടാ. ആദ്യം ഈ വലിയ കെട്ട് വെച്ചോ, എന്നിട്ട് പതുക്കെ കയ്യിലേക്ക് എടുത്ത് വെച്ചേക്ക്. ഞാൻ ഒരുവിധം കൊടുത്തോ, എല്ലാവർക്കും കൊടുത്തോ. ഇതേ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കെട്ടി നോക്കണതാ. എല്ലാത്തിലും ഉണ്ട്. ഒരു ഹായ് പറഞ്ഞ നമ്മുടെ വീഡിയോയിൽ നോക്കിട്ട് തന്നു. ഞാൻ കൊണ്ടുപോകണു എല്ലാ വീട്ടുകാർക്കും. ആർക്കൊക്കെ ചോദിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ചീര വിതരണം ചെയ്യാൻ പോവാ. എല്ലാ കൊണ്ടും ഞാൻ കൊണ്ട് ചീര കൊണ്ട് കൊടുക്കാൻ കൊണ്ടുപോവാ. ഈ പൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഷീജ? വയലറ്റ് മുല്ല. അത് ആ പറയാ. ഞാനേ കോഴിക്കോട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്റെ കയ്യിൽ തോർത്തു കയ്യുമ്പോ ഗ്ലൗസ് ഒക്കെ കണ്ടിട്ട് ഇവരെന്തിട്ടുണ്ടാവോന്ന് വെച്ചിട്ടാണ് ആദ്യം റൊണാൾഡോ തട്ടി പറിക്കാൻ നോക്കിയായിരുന്നു. ഇപ്പൊ ആളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. നന്നായി. അത് മാസ്ക് വെക്കാന്ന് വിചാരിച്ചിട്ടോ, മാസ്ക് ഇല്ല. അപ്പൊ പിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം നമ്മുടെ കോഴിക്കൂട്ടിലേ
എന്താ പറയുക, നമ്മൾ ഈ ചീരയില വാഴപ്പിണ്ടി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഞാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോഴിക്കൂട് കഴുകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോവി കൂവിയക്കാനായിട്ടാ നിർത്തിയത്. അപ്പോൾ കോഴിക്കൂട് കഴുകുമ്പോൾ ഈ വെള്ളം മുഴുവൻ ഒരു ഹോളിക്കോടെയാണ് നമ്മൾ ഒഴുകി അപ്പുറത്തേക്ക് ചാടുക. അപ്പോൾ ഈ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിറഞ്ഞിട്ടേ വെള്ളം ശരിക്കും പോവില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അടിച്ച് വാരി എടുക്കും. നീക്കിട്ടാ ഒന്ന് വൃത്തിയാക്കട്ടെ. നമ്മളെ ഈ തലക്കെട്ടൊക്കെ കെട്ടിക്കിട്ട് വരുമ്പോഴേ ഇവർക്ക് ആകെ ഒരു പേടി പോലെയാ. നമ്മളിങ്ങനെ കാണില്ലല്ലോ. അപ്പൊ എല്ലാവരും ഒരു ഭാഗത്ത് ഒതുങ്ങി വെക്കും. നേരെ മറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ വരാണെങ്കിൽ നമ്മുടെ പിന്നാലെ ഓടി ഓടി നടക്കും വരും. നീക്ക് ഞാനന്ന് മനസ്സിലായില്ലേ. തലക്കെട്ട് കേട്ട് വന്നപ്പോ ആരെണ്ണാവെന്ന് വിചാരിച്ചോ? ഇടയ്ക്കിടയ്ക്ക് വരണതല്ലേ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമായിട്ടോ നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. അല്ലാത്ത ദിവസം സാധാരണ കഴുകി വിടുള്ളൂ. അപ്പൊ അതൊരു ഭാഗത്തേക്ക് നമ്മൾ കഴുകേൻ്റെ ഒപ്പം എന്താ പറയാ ഈ ഞാരുകളൊക്കെ ഒതുക്കി ഒതുക്കി വെക്കും. കാരണം അവരിങ്ങനെ തിന്നോണ്ടിരിക്കേ. നിങ്ങളുടെ പൊന്നെ അമ്മയ്ക്ക് കിടക്കാൻ വഴിതാ. കടത്ത് ഞാൻ വേണേ പറമ്പിലിരിക്കാൻ പോണേ. പറമ്പിലേക്ക് അമ്മയുടെ മക്കളെ കൊണ്ട് ഞാനുണ്ടല്ലോ വീട്ടിട്ടാ. വരാട്ടാ. എത്ര പഴക്കമുള്ളതാന്ന് പറയാം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാറാളി ചൂലേ.
കോഴിക്കോട് ഏതാണ്ട് ഇതിന് മുന്നേ നെറ്റൊക്കെ ഇല്ലേ, അങ്ങനെ ഒരു 2-3 വർഷമൊക്കെ ഏറ്റവും കുറവായിട്ടുണ്ട് കേട്ടോ ഈ മാറാമ്പളിച്ചെടി ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. കോഴിക്കോട് അടിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ നമ്മളിത്. കണ്ടോ ഞാൻ എന്താ ചെയ്യണം? അപ്പൊ അവിടെ വന്നിരുന്നു. ഞാൻ അടിക്കൊക്കെ നോക്കി നടന്നില്ലേ, ഞാൻ ഒരു ചവിട്ടേ. കൂട് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തവിട് അതേപോലെ തന്നെ ചീരല അങ്ങനത്തെ അരിഞ്ഞിട്ട് കൊടുക്കുള്ളൂ കേട്ടാ. ഹലോ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഓ അമ്മയുടെ പൊന്നു എല്ലാ പണിയും കഴിഞ്ഞു. ഇനി എനിക്കുണ്ടല്ലോ ഗോമൂത്രം എടുക്കാൻ പോകണം. അപ്പം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഗേറ്റ് കിടന്ന് കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടാ. എടുക്കട്ടെ പോയിട്ട്. കുട്ടിപ്പട്ടാളവും വരുന്നുണ്ടാ. എൻ്റെ ബക്കറ്റിന് മണക്കാടും നിൽക്കോട്ടാ. മേലായിട്ടുണ്ടെങ്കിൽ പൊട്ടം എടുക്കും, അപ്പം വേഗം കുളിക്കേണ്ടി വരും. കടത്തലസുണ്ടോ അമ്മയുടെ കടത്തല മൊത്തേ അമ്മയുടെ ശുക്ര മണികളല്ലേ, അമ്മയുടെ സുന്ദരമണികള്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇവിടെ പെയിന്റിങ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് പണ്ടുണ്ടെങ്കിലേ എനിക്ക് എല്ലാ ആഴ്ചയിലും ഇതേപോലെ ഒരു 3/4 ബക്കറ്റിൻ്റെ അടുത്തേക്ക് ഗോമൂത്ര ചേച്ചി തരും. അപ്പം ഞാനതിങ്ങനെ ഡ്രമ്മിൽ ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് നമ്മളിതിൽ കുറച്ച് പച്ച ചാണകമൊക്കെ ഇട്ട് കലക്കി, ഗോമൂത്രമൊക്കെ ഇത്രയുള്ള കാരണം തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അതേപോലെ പച്ച ചാണകമൊക്കെ ഇട്ട് നന്നായി കലക്കി അത് നമ്മൾ ആ ഒരാഴ്ചക്കുള്ളത് അപ്പം തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് ഒഴിച്ച് കൊടുക്കിട്ട് നല്ലൊരു വളമാണ് ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചില്ലേ, നമ്മുടെ എന്താ പറയുക കപ്പലണ്ടി പിണ്ണാക്കൊക്കെ ഇട്ട് നേർപ്പിച്ചിട്ടുള്ള വെള്ളം കണ്ട നല്ല തെളിയായിട്ടിരിക്കണേ. ഞാൻ ഇളക്കി കാട്ടിത്തരാം. കണ്ടോ, ഇതേപോലെ തെളിയായിട്ടിരിക്കും. ഇതാണ് നമ്മൾ എടുക്കണേൻ്റെ 4 ഇരട്ടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒരാഴ്ച വെച്ചിട്ട് പുളിപ്പിച്ചതിന് ശേഷം. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എന്താ പറയുക അടിച്ചു വാരി ചവറൊക്കെ ഒരു ചാക്കിലാക്കി വയ്ക്കും, ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കും. ചില ദിവസം അടിച്ചു വാരി അപ്പം തന്നെ കൊണ്ടിടാനായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കും കേട്ടോ. അതും നമ്മുടെ പച്ചക്കറികളുടെയൊക്കെ ഒരു വളം തന്നെയാണ്, മണ്ണിനൊക്കെ നല്ല വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.